മാത്രമല്ല ഈ പടിഞ്ഞാറൻ ഏഷ്യയിലെ US പങ്കാളികൾ അവർ പലതും ഇറാനെ എതിരെയുള്ള ഈ സൈനിക നടപടി ആരംഭിക്കുന്നത് നിർത്തണം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊക്കെ US പറഞ്ഞിരുന്നു. ആ രീതിയിൽ ഇപ്പൊ ട്രംപിനെ എതിരെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു കഴിഞ്ഞ കുറച്ചു ദിവസമായി. അതായത് ഗസ പ്രശ്നം ഏറ്റവും രൂക്ഷമായി നിന്ന സമയത്ത് പോലും ഇടപെടാത്ത, ഇല്ലെങ്കിൽ പ്രതികരണം നടത്താത്ത രീതിയിൽ പോലും ആ സമയത്ത് ട്രംപിനോട് ഒതുങ്ങാൻ, ഇല്ലെങ്കിൽ അടങ്ങാനുള്ള രീതിയിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ലോകരാജ്യങ്ങൾ ആ രീതിയിൽ വരും ദിവസങ്ങളിലും വലിയ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത കൂടി കണ്ടാണോ ട്രംപ് ഇതിലേക്ക് എത്തിയത്? അവിടെ പ്രക്ഷോഭകരോട് സഹായം പുറകെ വരുന്നുണ്ട്, നിങ്ങൾ പ്രക്ഷോഭം തുടർന്നോളൂ എന്ന് പറഞ്ഞ ആൾ ഒറ്റ രാത്രി കൊണ്ട് ആ തീരുമാനം മാറ്റിയതിന്റെ പിന്നിൽ അതുകൂടിയില്ലേ? തീർച്ചയായിട്ടും അത്തരം വലിയ സമ്മർദ്ദങ്ങൾ ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ രൂപപ്പെട്ടിരുന്നു. കാരണം പിന്നെ ഈ വെനിസ്വലയിൽ നടത്തിയതുപോലുള്ള വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ഭരണമാറ്റമോ മറ്റോ നടത്താവുന്ന ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ഇറാനിലുള്ളത്. കാരണം പിന്നിട്ട് 47 വർഷമായിട്ട് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വിയോജിപ്പുകൾ, വിഭാഗീയതകൾ ഇറാനിയൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സൈനികമായിട്ടും പിന്നെ അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു ഏകീകരണം സംഭവിച്ചിട്ടുണ്ട്. പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്താനും സർക്കാർ അനുകൂല പ്രകടനങ്ങൾ വലിയ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇറാനിലെ ഭരണവർഗത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം നടത്തിയാൽ അത് പൊടുന്നനെ അതോടുകൂടി പിന്നെ പ്രശ്നം അവസാനിക്കുകയല്ല ചെയ്യുക. കൂടുതൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഇപ്പോൾ പോലും ബാലിസ്റ്റിക് മിസൈൽ രംഗത്തും ഡ്രോൺ വികസന രംഗത്തും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഇറാന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ മേഖലയിലെ രാജ്യങ്ങൾക്കായിരിക്കും അതിന് വലിയ വില കൊടുക്കേണ്ടി വരിക എന്നൊരു മുന്നറിയിപ്പാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെയും അമേരിക്കയ്ക്ക് മുമ്പാകെ വെച്ചത്. ആ ഒരു സമ്മർദ്ദവും തുർക്കി ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദം, യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം തുടക്കത്തിൽ ഈ വിമതർക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു, അവരോട് കെട്ടിടങ്ങൾ കീഴടക്കാൻ ആഹ്വാനം ചെയ്തു, ഉടൻ തന്നെ അമേരിക്കയുടെ സഹായം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകി. ഇതൊക്കെ ആയിട്ട് പോലും ആ അർത്ഥത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളുടെ ഒരു മുന്നേറ്റം ഉണ്ടാകാതെ പോയതും ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലിനുള്ള സാധ്യതയായി കൂടി കണക്കാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് റൂബിയോ ആയിട്ടൊക്കെ നെതന്യാഹു സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിൽ ഈ ആക്രമണത്തിൽ, അതായത് ഇതിന് എത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയിരുന്നോ ആ രീതിയിൽ തന്നെ അതിനെ ഇല്ലാതാക്കുക എന്നതിലേക്ക് നെതന്യാഹു ഉൾപ്പെടെ മാറിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടി മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നയതന്ത്രപരമായിട്ട് ഒരു നീക്കം നടത്താമെന്ന് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നുണ്ടോ? മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ട്രംപിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല, ട്രംപ് എന്താണ് മനസ്സിൽ കാണുന്നത് എന്നത് ഒന്നും പറയാൻ സാധിക്കില്ലെന്ന്. കുറച്ച് കാലമായിട്ട് നമ്മളും അത് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് പറയുന്നതല്ല ട്രംപ് നാളെ പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള നീക്കങ്ങൾ കൂടി എങ്ങനെയാണ്? ഇതിന് തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ പോലും ആത്യന്തികമായിട്ട് ഇറാന് നേരെയുള്ള ഒരു ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചതായിട്ട് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ വിഭാഗത്തിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്നും പുറത്തുവരികയുണ്ടായി. കാരണം ഇത്തരമൊരു സ്വേച്ഛാ ഭരണകൂടത്തെ ഇനിയും നിലനിർത്താൻ അമേരിക്ക തുനിയേണ്ടതില്ല. കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിലാണിപ്പോൾ, കാരണം വലിയൊരു 2 കൊല്ലത്തെ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന വലിയ കെടുതികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനെതിരെ തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് ഏത് സ്വഭാവത്തിലായിരിക്കുമെന്ന കൃത്യമായിട്ടുള്ളൊരു ചിത്രം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലും ലഭ്യമില്ല. പ്രധാനമായിട്ടും റഷ്യയും ചൈനയുമായൊക്കെ ചേർന്ന് വളരെ സൈനികമായിട്ടുള്ള സഹകരണം പോലും തുടരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. സൈനികമായിട്ട് വളരെ ശക്തമാണ് ഇപ്പോൾ പോലും ഇറാൻ. അതുകൊണ്ട് തന്നെ എത്ര കാലം ഈ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിന്റെ കെടുതികൾ തങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു തിരിച്ചറിവ് നെതന്യാഹുവിനും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടുകൂടി ആയിരിക്കണം വളരെ പൊടുന്നനെ തന്നെ ഒരു പിന്മാറ്റത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് നീങ്ങിയിരിക്കുന്നത്. പക്ഷേ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രവചനാതീതമാണ് ട്രംപിന്റെ നിലപാടുകളും പ്രതികരണങ്ങളും. അതുകൊണ്ട് ഈ ഒരു വരും ദിവസങ്ങൾ എന്നതും കുറെ കൂടി നിർണായകമായിരിക്കും. പൂർണ്ണമായിട്ടും ഈ ആക്രമണ പദ്ധതി ഇറാന്റെ ഭാഗം കൂടി ഒന്ന് പറയാം. ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ചേർന്നിരുന്നു. അതിൽ ഇറാൻ എന്ത് നിലപാടാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്? ആക്രമിച്ചാൽ എന്തിനും തയ്യാർ എന്നുള്ളതിൽ തുടരുകയാണ്.
തന്നെ ഇന്നലെ രാത്രി തിരക്കിട്ട് വിളിച്ചു ചേർത്ത UN രക്ഷാസമിതി യോഗത്തിൽ പല രാജ്യങ്ങളും, ഇപ്പം റഷ്യയും ചൈനയും മാറ്റി നിർത്തിയാൽ മറ്റ് പല രാജ്യങ്ങളും, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ്, പ്രതിഷേധം രേഖപ്പെടുത്തി. അതിൽ ഇറാൻ പ്രതിനിധി പറഞ്ഞത് തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരുമായ ഒരു നയതന്ത്ര പ്രശ്നപരിഹാരമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിശക്തമായി തന്നെ അതിനെ ഏറ്റെടുക്കാനും പിന്നെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടിയിലൂടെ മുന്നോട്ട് പോകാനുള്ള പ്രാപ്തി ഇറാനിയൻ ജനതയ്ക്കും ഇറാനിയൻ ഭരണകൂടത്തിനും സൈന്യത്തിനുമുണ്ട്. അത് തങ്ങൾ നിർവഹിക്കും. പക്ഷേ പിന്നെ അടിസ്ഥാനപരമായിട്ട് തങ്ങൾ സമാധാനമാണ് കാംക്ഷിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള നീക്കത്തിന് പകരം വിധ്വംസക ശക്തികളെ ഇളക്കിവിടാനും അങ്ങനെ നിലവിലുള്ള ഈ പ്രതിസന്ധികളെ കൂടുതൽ തീവ്രമാക്കി മാറ്റാനും ശ്രമിക്കുന്നത് ഇറാനല്ല, മറിച്ച് പുറത്തു നിന്നുള്ള മറ്റു പലരുടെയും താല്പര്യങ്ങളും അവരുടെ പ്രേരണയുമാണ് ഈ ഒരു അവസ്ഥ രൂപപ്പെടുത്തിയത് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ പ്രതിനിധി UN രക്ഷാസമിതി യോഗത്തിന് മുമ്പാകെ അവതരിപ്പിച്ചത്. ധന്യ.